കാണുമ്പോൾ വസ്ത്രങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഉപയോഗിക്കുന്ന ഫാനുകൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ക്യാബിൻ പൊളിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോഴും അർജുൻ്റെ കുറേ ഭാഗങ്ങൾ ആയിട്ട് ബാക്കിയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡ്രസ്സുകളുണ്ട്, ബോൺസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാനിതിപ്പോൾ DC-നെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാൻ മഞ്ചേശ്വരം MLA ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റണം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഉയർത്തി ഇത് പൊളിക്കാനുള്ള ഒരു വഴി കാണുന്നതാണ്. അതെ 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 തീർച്ചയായിട്ടും ഇത് ഉയർത്തിയതിന് ശേഷം പൊളിക്കാനുള്ളൊരു മാർഗം സ്വീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഇനി വെള്ളത്തിൽ കൂടെ ഇനി ഇതിനെ ഇറക്കാൻ പാടില്ല. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇനി പൊളിക്കാനുള്ള ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും. ഇത് ഉയർത്തുന്നതിന് പകരം ഇവിടുന്ന് തന്നെ ക്യാബിൻ പൊളിച്ച് മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് കാഴ്ചയിൽ വസ്ത്രം കാണുന്നുണ്ട്, അതുപോലെ തന്നെ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിരി കാണുന്നുണ്ട്. അങ്ങനെ ബാഗ് എന്തൊക്കെയാണ്? ഇപ്പോൾ കാണുമ്പോൾ വസ്ത്രങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഉപയോഗിക്കുന്ന ഫാനുകൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ക്യാബിൻ പൊളിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് DNA പരിശോധന, അതിൻ്റെ റിസൾട്ട്, അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിവരം കിട്ടിയോ? DNA എന്നൊക്കെ ഇന്നലെ സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം, മാക്സിമം 2 days എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് എന്നൊരു ഉത്തരം ലഭിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്കോള SI ആണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം അറിയിക്കും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും കാർവാർ ആശുപത്രിയിലാണുള്ളത്. അവിടുന്ന് DNA പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം നാട്ടിലേക്ക് എത്തിക്കാൻ ആംബുലൻസ്, മറ്റു സംവിധാനങ്ങളൊക്കെ സർക്കാരിനോട് ആലോചിച്ച് നടത്തിയിട്ടുണ്ട്. അതെ, അത് നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് ഇതിന് ചുമതല കൊടുത്തത്. അതുപ്രകാരം തന്നെ ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കോടുള്ളത് തന്നെയാണ് തരാം. അപ്പോൾ ആ ആംബുലൻസ് ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഇപ്പോൾ ഈ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും പൊളിച്ച് അതിൽ അർജുൻ്റെ അവശേഷിപ്പുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എടുത്തു മാറ്റണം എന്നതാണ് അർജുൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടി അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വീകരിക്കും എന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇത് ഇനി വെള്ളത്തിലേക്ക് പോകാൻ പാടില്ല. വെള്ളത്തിലേക്ക് ഇനി തിരിഞ്ഞു പോയാൽ അവിടെയുള്ള അവശേഷിപ്പുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തി തന്നെ ഇതിൻ്റെ ക്യാബിൻ പൊളിച്ചു മാറ്റി അതിൽ അർജുൻ്റെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അവശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കണ്ടെത്തണം, അത് പൂർണ്ണമായും ശേഖരിക്കണം എന്ന് തന്നെയാണ്. അത് ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമാണ് നേരത്തെ അഭിജിത്ത് പറഞ്ഞത്. അതുതന്നെയാണ് ഇപ്പോഴും ജിതിനും സൂചിപ്പിക്കുന്നത്. ഏറെ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്കിലും 72ാമത്തെ ദിവസം അർജുൻ എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കിട്ടിയല്ലോ എന്നൊരു സമാധാനവും ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്.